നമ്മോടൊപ്പം റിട്ടയർഡ് എസ് പി ശ്രീ ടി കെ രാജ്മോഹൻ കൂടി ചേരുകയാണ്. നമസ്കാരം സാർ. ഏറെ ഹീനമായൊരു പ്രവൃത്തി, ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോ അണികളോ ഒന്നും തന്നെ പകർത്താവുന്നതോ ആവർത്തിക്കാവുന്നതോ ആയിട്ടുള്ള ഒരു പ്രവൃത്തി അല്ല ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിന് നേതാക്കൾ ചുക്കാൻ പിടിച്ചിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അവരുടെ മുന്നിൽ വെച്ചാണ് ഒരു കേന്ദ്ര ഉദ്യോഗസ്ഥരെ, കേന്ദ്ര സേനയെ ഉൾപ്പെടെ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എങ്ങനെ നോക്കിക്കാണും? അല്ല, ഇതൊന്നും ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ഡെമോക്രസി, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയായ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗത്ത്. ഈ പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ഈ പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സിന്റെ മുന്നിൽ വെച്ച് ലീഡേഴ്സിന്റെ അഭിപ്രായം കേട്ടുകൊണ്ടാണ് വയലന്റായ മോബ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ അറ്റാക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ ക്രൂരമായ ഒരു സംഭവമാണ്. ഇത് ഇത്തരത്തിൽ ഒരു ഏജൻസി അന്വേഷണം നടത്തുന്നത് അവർക്ക് കിട്ടിയ ഇൻഫർമേഷനോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ വല്ല തെളിവും വെച്ച് ഒരു കേസ് അന്വേഷണം നടത്തുകയാണ്. അപ്പൊ ഇ ഡി പോലത്തെ ഒരു അന്വേഷണ ഏജൻസി അവരെല്ലാ നോട്ടീസും കൊടുത്തതിന് ശേഷം, അവരെല്ലാ ലീഗൽ ഫോർമാലിറ്റീസ് നോക്കിയതിനു ശേഷം അവർ ഹൈക്കോടതിക്ക് അതിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേ നീക്കി കിട്ടിയതിന് ശേഷം അവർ ന്യായമായിട്ടും ഒരു ലീഗലായിട്ട് പോയ ഒരു റൈഡിനാണ് പോയിരിക്കുന്നത്. അപ്പോൾ പോയത് ഒരു ഹാപ്പൻ ടു ബി മുൻ ചീഫ് മിനിസ്റ്റർ വീടായി എന്നല്ലാതെ ആ വീട്ടിലത്തെ ഒരാളാണ് പണം വാങ്ങിയിരിക്കുന്നത്. അവരുടെ പേരിലാണ് ഈ എക്സാലോജിക് എന്ന അവരുടെ കമ്പനിയുടെ പേരിലാണ് CMRL നിന്ന് പൈസ കൊടുത്തിരിക്കുന്നത്. അത് പ്രൂവ്ഡ് ആയൊരു സംഭവമാണ്. അപ്പൊ അത് തെളിവുകളുണ്ട്. ആ തെളിവ് വെച്ച് ആ കേസിൽ ബന്ധപ്പെട്ട് ഒരാളെ അന്വേഷിച്ചിട്ട് പൊളിറ്റിക്കലായിട്ട് ലീഡറുടെ വീട്ടിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം അങ്ങനെയാണ് നീങ്ങേണ്ടത്. അത്തരത്തിൽ നീങ്ങുമ്പോഴാണ് ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയായി ബന്ധപ്പെട്ട ഗുണ്ടകൾ ഉപയോഗിച്ചിട്ട് ആ വീടിന് മുന്നിൽ ആൾക്കാരെ കൂടുക, പോലീസ് പറയുന്നത് അംഗീകരിക്കാതിരിക്കുക. അവസാനം റൈഡ് കണ്ടക്ട് ചെയ്ത് ഏജൻസി, അതായത് ഈ ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് അതിനുശേഷം അവിടുത്തെ ആൾക്കാരെ കൊണ്ട് ഈ സീസർ ലിസ്റ്റിൽ, അതായത് സെർച്ച് ആൻഡ് സീസർ ലിസ്റ്റിലേക്ക് ഒപ്പൊക്കെ വായിച്ചതിന് ശേഷം അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ കൂടിയിരിക്കുന്ന ആൾക്കാരെ ഒന്നും ചെയ്യില്ല എന്ന് അവരെ കരുതുന്നത്. പക്ഷെ ഇത് തികച്ചും അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യാണ്. ഇ ഡി പോലത്തെ ഒരു സെൻട്രൽ ഏജൻസി ഉദ്യോഗസ്ഥർ അവരവരെ ഡ്യൂട്ടി ചെയ്യാണ്. അത് ചെയ്യുന്ന സമയത്ത് അതിൽ സ്ത്രീകളുണ്ട്, അത് വയസ്സായ ഓഫീസർമാരുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇവരൊക്കെ നടന്നു പോകുമ്പം ഈ ഗുണ്ടകൾ, അതായത് ഒരു ഓർഗനൈസ്ഡായ ഗുണ്ടകൾ, ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, കേരളം 10 കൊല്ലക്കാലം ഭരിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കുറെ ഗൂൺസ് അത് വളഞ്ഞിട്ട് അവരെ ആക്രമിക്കുക എന്നുള്ള ഒരു ജനാധിപത്യ സംവിധാനം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തില്ല. ഇതിനൊക്കെ ശക്തമായ നടപടി കേരള പോലീസ് എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്യണം. ഇതിലൊരു ഒരു പ്ലാനിങ് ഉണ്ട്. അതായത് ഈ കാർഡ് നേർക്ക് ഇഷ്ടിക അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, കൂടാതെ മുട്ടകളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനൊരു പ്ലാനിങ് ഉണ്ട്. ഈ വയലൻസ് ഒരു പ്ലാൻഡ് വയലൻസ് ആണ്. അതായത് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു വയലന്റ് മോബിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനൊരു ഒരു പ്ലാനിങ് ഉണ്ട്, പ്രോപ്പർ പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ്ങിൽ കൂടിയാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പരിക്ക് കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർ നിരപരാധികളാണ്. അവരുടെ ജോലി ചെയ്യുകയാണ്. അവർക്ക് ലീഗലായിട്ടുള്ള കഴിഞ്ഞ ദിവസം, അതായത് CMRL അടക്കം നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ട് അന്വേഷണവുമായി ഉറപ്പായി ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാമെന്ന് കേരള ഹൈക്കോടതിയാണ് അനുമതി നൽകിയത്. അതിന് പിറകെയാണ് ഇ ഡിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. തികച്ചും നിയമപരമായിട്ടുള്ള ഒരു നീക്കം. അതിനെതിരെ ഇങ്ങനെ കയ്യാങ്കളി കാണിക്കുക, കായികമായി നേരിടുക എന്നൊക്കെയുള്ള നടപടി അതൊട്ടും ഭൂഷണമല്ല എന്നുള്ളത് വ്യക്തമാണ്. ഇതിനെതിരെ എന്ത് നടപടിയായിരിക്കും ഇനി പ്രതീക്ഷിക്കാവുന്നത്? ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഒരു പരാതി ഉണ്ടാകുമല്ലോ. പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി എന്തൊക്കെയായിരിക്കാം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഇത് അവരെ ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തി അവരെ കൊല്ലാൻ ശ്രമിച്ച സംഭവമാണിത്. ഇഷ്ടിക ഉപയോഗിച്ചൊക്കെ വലിച്ചെറിയുകയാണ്. എന്തൊരു പാനിക് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇവിടുത്തെ കോടതി സംവിധാനം കാണുമല്ലോ. കാരണം ഈ വിഷ്വൽസ് ഒക്കെ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈ വിഷ്വൽസ് ഒക്കെ റിയൽ വിഷ്വൽസ് ആണ്, ട്യൂട്ടേർഡോ അല്ലെങ്കിൽ ഡോക്ടറുടെ വിഷ്വൽസ് അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കാണും. കാരണം എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് ഈ സംഭവത്തിൽ ഇത് മൊത്തത്തിൽ നഷ്ടം വരുന്നത് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കും തന്നെയാണ്. അവർ എക്യൂസ്ഡ് ആണ്. ഈ അദ്ദേഹത്തിന്റെ മകളെ എക്യൂസ്ഡ് ആണ് ഈ കേസിൽ.
അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ എക്യൂസ്ഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കേസുമായി അന്വേഷിക്കാവുന്ന ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ട് കേസ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നല്ലേ. അപ്പൊ ഇപ്പോഴും ഈ സംഭവത്തിൽ ഇപ്പം തീർച്ചയായും ഇ ഡി പരാതി കൊടുക്കും. ആ ഇ ഡിയുടെ പരാതിയുടെ മുകളിൽ കേരള പോലീസ് എല്ലാ വകുപ്പുകളും ചേർത്ത്, അതായത് അറ്റംപ്റ്റ് മർഡർ, അവരുടെ വാഹനം നശിപ്പിക്കുക, ഇത് അവർ വാടകയ്ക്കെടുത്ത വാഹനമാണെങ്കിലും അവർ ഒഫീഷ്യലായി ഉപയോഗിക്കുമ്പോൾ ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള വകുപ്പുകൾ, അറ്റംപ്റ്റ് മർഡർ, ഇങ്ങനെ എല്ലാ വകുപ്പുകളും ചേർത്തുകൊണ്ട് തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയ നോൺ ബെയിലബിൾ ഒഫൻസിൽ കേസ് ഉണ്ടാവും. ഈ കേസ് ഉണ്ടാവുന്നത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു അറസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്നാ തോന്നുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗുണ്ടകളൊക്കെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യും. കാരണം ഭരണം മാറി, അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ആക്ടിവിറ്റിയും അതിന്റെ ഒരു ആക്ഷനും നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഈ ഭരണം മാറിയതുകൊണ്ടും പോലീസിന് പഴയ മനോവീര്യം തിരിച്ചു വന്നതുകൊണ്ടും തീർച്ചയായിട്ടും നടപടികളുണ്ടാവും, ശക്തമായ നടപടി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി സാർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.